ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ ആർട്ട് സപ്ലൈസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേപ്പറുകളും കുറേ അധികം പെന്നുകളുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പെൻ പല ടൈപ്പ് പല കളറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മൾ നെയിം ആർട്ടൊക്കെ ഒരുപാട് കൂടുതൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നെയിം ആർട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കളറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറിന് അനുയോജ്യമായ കുറച്ച് പെന്നുകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതിൽ ആദ്യം നമുക്ക് പേപ്പറുകൾ പരിചയപ്പെടാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ബ്രസ്റ്റോടെ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. 200 GSM ആണ് വരുന്നത്. ഇതിൽ A5 സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പെൻസിൽ ഡ്രോയിങ്ങുകളും പെൻ ആർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാം. ക്രാഫ്റ്റിന് ഉപയോഗിക്കാം, പക്ഷേ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല പേപ്പറാണ് കേട്ടോ. എൻ്റെ ഇത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചാണ്. A5 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. A5 ഇത് അതേ സെയിം പേപ്പറിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടി വലുപ്പമുള്ളത് A4 സൈസാണ് വരുന്നത്. നമ്മൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സൈസാണ് വരുന്നത്. A4 ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് പേപ്പറാണ്. പല കളറുകളുള്ള ഒരു ക്രാഫ്റ്റ് പേപ്പറാണ്. ഇതിനകത്ത് നമുക്ക് പല ടൈപ്പ് ആർട്ടുകൾ ചെയ്യാം. നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാം, അതേപോലെ ചോക്കുകൾ കൊണ്ട് വരയ്ക്കാം, ഓയിൽ പേസ്റ്റൽ, സോഫ്റ്റ് പേസ്റ്റലൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടൊക്കെ വരയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാമല്ലേ. ഇതാണ് കേട്ടോ ഈ ടൈപ്പ് കളറുകൾ, കളർ ടൈപ്പ് പേപ്പറുകളാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, പല പല കളറുകളാണ് ഇത് വന്നിരിക്കുന്നത്. യെല്ലോ, ഗ്രീൻ കണ്ടോ, ഇങ്ങനത്തെ കളറുകളായിട്ടാണ് ഈ പേപ്പർ വന്നിരിക്കുന്നത്. ഇത് നല്ല പേപ്പറാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു സർഫസാണ്, നല്ല പരുപരുത്ത ഒരു സർഫസാണ് വരുന്നത്. ഇതാണ് പേപ്പർ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് കണ്ടിട്ട് വാങ്ങിച്ചാണ്. ഇതിന് വില അധികം വിലയില്ല, 99 രൂപ കേട്ടോ. 99 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ നെയിം ആർട്ട് കളർ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് പല പല കാര്യങ്ങൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു പേപ്പറാണ് ഗ്രേ പേപ്പർ സ്കെച്ച് പാഡ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് ഒന്നുമില്ല, 400 രൂപയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിന് 170 GSM ആണ് വരുന്നത്. 40 ഷീറ്റ് വരുന്നുണ്ട്. 170 GSM ആണ്. ഞാനൊരു 220 GSM നോർമലി വരയ്ക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആർട്ട് വർക്ക് ഫ്രെയിമിങ്ങിന് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അവർ ഗ്ലാസ് ഫ്രെയിം അല്ലാതെ ലാമിനേഷൻ ചെയ്യുന്ന സമയത്ത് പേപ്പർ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ലാമിനേഷൻ ചെയ്യുന്ന പേപ്പർ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കിട്ടിയുള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. 170 GSMൻ്റെ 40 സൈസ്. ഇത് ഗ്രേ കളറാണ്. ഈ കാണുന്ന ഗ്രേ കളറാണ്. ഇതിൽ നമുക്ക് വൈറ്റ് ചോക്ക്, വൈറ്റ് പെൻ കൊണ്ടൊക്കെ വരയ്ക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇവർ ഈ പടം വരച്ചിരിക്കുന്നുണ്ടോ, ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചൊരു പേപ്പറാണിത്. ഒരു കാപ്പി കളറാണ് കേട്ടോ. ഇത് 180 GSM ആണ് വരുന്നത്. ആസിഡ് ഫ്രീ പേപ്പറാണ്. ഇതേപോലെ തന്നെ നമുക്ക് നെയിം ആർട്ട് കളറ് കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ കളറ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സെയിം കളർ തന്നെയാണ്. ഇതിലും നമുക്ക് 40 ഷീറ്റ് വരുന്നുണ്ട്. ആസിഡ് ഫ്രീ പേപ്പറാണ്. ഇതിൻ്റെ വില വരുന്നത് 300 രൂപ കേട്ടോ. 300 രൂപ. പിന്നെ നമ്മൾ ഐവറി പേപ്പർ, എല്ലാ പെൻസിൽ ഡ്രോയിങ്ങുകളും നെയിം ആർട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധാ ഐവറി പേപ്പറാണ്. ഇത് 220 GSM ആണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. 220 GSM ആണ് ഈ പേപ്പർ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് പെന്നുകളാണ്. പെന്നുകൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പെന്നൊന്ന് എഴുതി നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പേപ്പർ എടുക്കാം. നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിൽ നമുക്ക് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ പെന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഒരു പിങ്ക് കളർ പെന്നാണ്. മാപ്ഡ് എന്ന ബ്രാൻഡിൻ്റെ പെന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തോന്നുന്നു മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. വലിയ വിലയൊന്നുമില്ല, 50-40 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഇത് ഞാനിതേപോലെ നെയിം ആർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ നമുക്ക് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നല്ല പെന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതുകൊണ്ട് എഴുതാൻ. നല്ല കറക്റ്റ് പിങ്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പെന്നാണ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. സ്റ്റേഷനറി കടയിലെല്ലാം അവൈലബിൾ ആണ്. 120 രൂപയുള്ളൂ. ഇത് ഇത്രയും കളറുകൾ അവൈലബിൾ ആണ്. ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന
ഒരു ബ്രാൻഡും അറിയാവുന്ന ഒരു പെന്നുമാണല്ലോ. പിന്നെ ഇത് നമ്മുടെ യൂണിബോൾ എന്ന കമ്പനിയുടെ ബ്ലാക്ക് പെന്നാണ് കേട്ടോ. ഇത് മെയിൻലി ഞാൻ ബ്ലാക്ക് പെന്ന് കൊണ്ട് ചെയ്യുന്ന എല്ലാ ആർട്ടുകളും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു പെന്നാണ്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ വാങ്ങിയിരിക്കുന്നത് ഇത് ലൈൻ പ്ലസ് എന്ന ബ്രാൻഡിൻ്റെ, ഇത് കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ. ഇത് മെയ്ഡ് ഇൻ കൊറിയ, ലൈൻ പ്ലസ്. ഇതും ഞാൻ ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പെന്നാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, നെയിം ആർട്ട്, പെന്നാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചേക്കുന്നതാണ്. ഇതിനും വലിയ വിലയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് 60-70 രൂപ ഉള്ളൂ. ആർട്ട് ലൈൻ്റെ പെന്നിന് നമുക്ക് വരുന്നത് 110 രൂപ അങ്ങനെ എന്തല്ലേ. ലൈൻ പ്ലസ് ബ്ലാക്ക് നല്ലൊരു പെന്നാണ് കേട്ടോ. പക്ഷേ യൂണിബോളിൻ്റെ റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യൂണിബോൾ ഞാൻ റേറ്റ് പറഞ്ഞാൽ മാറിപ്പോയി, ഞാൻ വേണമെങ്കിൽ നോക്കാം. യൂണിബോളിൻ്റെ റേറ്റ് 80 രൂപ കേട്ടോ. ഇതിന് 80 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല. ഒരു അവിടെ നിന്ന് കിട്ടിയൊരു സിൽവർ കളറാണ് ഇത് വരുന്നത്. കണ്ടോ, സിൽവർ പെന്നാണ്, സിൽവർ കളറാണിത്, സിൽവറാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ നേരം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഡ്രസ്സിൻ്റെ മുകളിൽ ഇതേപോലെ ചെറിയ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഇതേപോലെ സ്റ്റാറോ എന്തെങ്കിലും ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ പെൻ, സിൽവർ പെൻ. പിന്നെ ആ സിൽവറിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട്. ഗോൾഡന് ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡിസൈനുകളൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോൾഡന് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡ്രസ്സുകളിലൊക്കെ ഡിസൈൻ ചെയ്യാം, അതേപോലെ തന്നെ ലെറ്ററിങ് എഴുതാം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വൈറ്റ് പെൻ വാങ്ങിച്ചിട്ടുണ്ട്. വൈറ്റ് ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം, പല നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് യൂണിബോളിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. വൈറ്റ് യൂണിബോളും അത്യാവശ്യം നല്ല പെനാണ്, 80 രൂപ ഇതിൻ്റെ വില വരുന്നത്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ലൈൻ പ്ലസിൻ്റെ തന്നെ യെല്ലോയിൽ തന്നെ ഒരു 1, 2, 3, 4, 5 വെറൈറ്റി ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ലൈൻ പ്ലസ്, ഇത് 200 രൂപയാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല പെന്നാണ്. പിന്നെ ഇത് നമ്മുടെ ആഡ്ജലിൻ്റെ സാധാ പെന്നാണ്, 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആഡ്ജൽ 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ടിപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ടിപ്പല്ല, വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ടിപ്പിനേക്കാളും ടിപ്പ് വ്യത്യാസമുണ്ട്. ഫൈൻ ലൈൻ അല്ല, പക്ഷെ എന്നാലും നമുക്ക് വരയ്ക്കാനൊക്കെ നന്നായിട്ട് കഴിയുന്നുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട് വരയ്ക്കാൻ. ആഡ്ജൽ ഇതിൻ്റെ എല്ലാ കളറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് ഒരു ഗ്ലൗസാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, 100 രൂപ. നമുക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ അഴുക്ക് പറ്റാതിരിക്കാനൊക്കെ ആയിട്ട്, പേപ്പറിൽ അഴുക്ക് പറ്റാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇനി എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.